ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പം ക്ലാസ്സിലോട്ട് പോവുകയാണേ. അപ്പോൾ രാവിലെ ഇവിടെ മഞ്ഞൊക്കെ വീണ് ഫുള്ള് വൈറ്റായിട്ട് കിടക്കുവാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുവാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലേ. കണ്ടോ, ഫുള്ള് സ്നോ വീണ് കിടക്കുവാണ്. ഇന്നലെ രാത്രി തൊട്ട് വീണതാണ് കേട്ടോ. ഇത് ആണ് ആ പോകുന്ന വണ്ടി കണ്ടോ. ആ പോകുന്ന വണ്ടിയിൽ നിന്നാണ് കേട്ടോ ഈ റോഡിലൊക്കെ ഉപ്പ് വിതറുന്നത്. കാരണം ഈ സ്നോ മെൽറ്റായി പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിവിടെ ട്രെയിനിൻ്റെ അകത്ത് കയറിയപ്പം അകത്തൊക്കെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് സ്നോ ചവിട്ടി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും വെള്ളം വരുന്നതാണേ. നേരമായിട്ടുണ്ട്, വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്ക്, ഒരൊറ്റ സ്നോ പോലും ഇല്ല കേട്ടോ. ഒരു തുള്ളി സ്നോ പോലും റോഡിലില്ലേ. ചെറുതായിട്ടൊക്കെ മഴ പൊടിഞ്ഞായിരുന്നു, അങ്ങനെ കുറെ ഒക്കെ പോയിട്ടുണ്ട്. പോവാണേ. അപ്പൊ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പം വൈകുന്നേരമാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണേ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഈ പൊട്ടറ്റോ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പം പൊട്ടറ്റോയും അതിൻ്റെ കൂടെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു ചിക്കനിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൊതുവെ ഉണ്ടാക്കുന്നത് ഒറ്റൊരു ജാറിൽ തന്നെയാണ് കേട്ടോ. ഒരു ജാറിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റിലെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, ഇഞ്ചി ഇട്ട് കൊടുത്ത്, ഇനി പെരിഞ്ചീരകം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് തന്തൂരി ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. കാരണം ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്കിന്നോട് കൂടി തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇപ്പം ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഓവനിലോട്ട് വെക്കാം. ഞാൻ ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ടോട്ടൽ 45 മിനിറ്റ് ആണ് വെക്കുന്നത്. ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഒരു പൊട്ടറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവേ. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഓവനിലോട്ട് വെക്കാം. ഞാനിവിടെ 150 ഡിഗ്രിയിലാണ് കേട്ടോ വെക്കുന്നത്. 45 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പൊട്ടറ്റോ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഞാൻ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.